ഡോക്ടർ, നമ്മൾ തമ്മിൽ പലതവണ കണ്ടിട്ടുണ്ട് ടെക്സ്റ്റൈൽസ് വെച്ച്. ഞാൻ ഗോപിനാഥൻ. അവസാനമായിട്ട് വൈഫായിട്ട് ഒരു കാഞ്ചീപുരം സാരി എടുത്തു, മെറൂൺ കളർ. അതിന് മാച്ചിങ് ആയി ബ്ലൗസ് പീസ് ഞങ്ങളുടെ കടയിൽ ഇല്ലാത്തതുണ്ട് ഞാൻ വേറൊരു കടയിൽ പോയി സംഘടിപ്പിച്ചു തന്നു. ആ, ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്കൊരു അസുഖമില്ല. വേണമെങ്കിൽ സാറ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോണം, അപ്പൊ മനസ്സിലാവും. നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ? അടുത്ത കാലത്തായി ബന്ധുക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത് പിന്നെ അവരെങ്ങനെ മാനസികമായി എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? തുറന്നു പറയണം. മനസ്സിന് ഒരു സ്വസ്ഥതയില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് ഡോക്ടർ. കാരണം? പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നുമില്ല. എന്തായാലും ഗോപിയെ ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകും. അയ്യോ, അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളൂ. ശരി ഡോക്ടർ. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ, പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല. സി മിസ്റ്റർ ഗോപി, ഭ്രാന്തുള്ളവർ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളത്. മാനസികമായി പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ടെൻഷൻ റിലീവ് ചെയ്ത് കിട്ടാൻ ഞങ്ങളുടെ ചികിത്സ സഹായിക്കാം. ഡോക്ടർ, എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ഞാൻ വേണമെങ്കിൽ ഡോക്ടർ ദിവസം ഇവിടെ ഒന്ന് കണ്ടോളാം. ഒരു രോഗിയായിട്ടല്ല, കുറച്ചു ദിവസത്തെ വിശ്രമം ആവശ്യമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഇവിടെ കഴിയാൻ പോകുന്നത്. ഡോക്ടർ പ്ലീസ്, അങ്ങനെ പറയരുത്. എനിക്ക് ഒരു അസുഖമില്ല. പേടിക്കാനൊന്നുമില്ല. എന്തൊക്കെയോ ചില ഹലൂസിനേഷൻ, അതായത് മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാവുന്ന ചില അസാധാരണമായ പെരുമാറ്റം. ഒരു രോഗിയാണെന്ന മട്ടിൽ നിങ്ങൾ ആരും അയാളോട് പെരുമാറാൻ പാടില്ല. അത് അയാളെ കൂടുതൽ വയലന്റ് ആക്കും. അതുകൊണ്ട് ഇവിടുത്തെ പേഷ്യൻസിന്റെ യൂണിഫോം പോലും ഞാൻ അയാൾക്ക് കൊടുക്കുന്നില്ല. എനിക്ക് അസുഖമില്ല ഡോക്ടർ, പ്ലീസ്. ഞാൻ പറയുന്നു, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ബഹളം വെക്കരുത്. എന്നെ വിശ്വസിക്കുക ഡോക്ടർ. എനിക്ക് അസുഖമൊന്നുമില്ല. എനിക്ക് ഒരു രോഗമില്ല ഡോക്ടർ. പ്ലീസ് പ്ലീസ് ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക ഡോക്ടർ. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് എന്നെ നീ ഇത് കൊടുത്തല്ലോ ദൈവമേ. ഗോപിയേട്ടൻ നാളെ തന്നെ ഇങ്ങെത്തില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ? സ്കൂള് വിട്ട് അന്ന് തുടങ്ങിയതാ എന്റെ മോൻ കുടുംബത്തിന്റെ പ്രാരാബ്ധം തലയിലേറ്റ്. അച്ഛൻ മരിച്ചേ പിന്നെ സുഖം എന്താണെന്ന് എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായമ്മേ? അസുഖം ഉണ്ടായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത് സാധാരണയല്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനവൻ. ഹിന്ദുവിനെ തല്ലിയത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സ്വബോധം ഉണ്ടെങ്കിൽ അവനത് ചെയ്യുവോ? ഗോപിയേട്ടനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനെ ധിക്കരിക്കാൻ പാടില്ലെന്ന് ഇന്ദു ഓർക്കണ്ടേ? ഇവിടുത്തെ കഷ്ടപ്പാടിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയ ഞാൻ സമ്മതിച്ചത്. പക്ഷേ എന്റെ മോൻ ഇഷ്ടമില്ലാച്ച. ഗോപിയേട്ടന് ഇഷ്ടക്കുറവൊന്നുമില്ല. തിരിച്ചു വന്ന ഉടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഹരി, ഗോപിയേട്ടനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും വിവരം നാളെ പറയൂ. ഹരി, എന്നോടെങ്കിലും സത്യം തുറന്നു പറയണം. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞ്. നാളെ ഞാനും വരട്ടെ ഗോപിയേട്ടനെ കാണാൻ? അവര് സമ്മതിക്കുമെന്നറിയില്ല. അല്ലെങ്കിലും മായെടുത്തി വരാതിരിക്കുക നല്ലത്. ഞാനും വരും. എനിക്കെന്റെ ഗോപിയേട്ടനെ കാണണം. ഇത്ര ധൃതിയിൽ കല്യാണം നടത്തണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ മുറ്റത്ത് കിടന്ന ഒച്ചയും വിളിയും കൂട്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി സ്വബോധമുള്ള ആരെങ്കിലും വരും എന്നൊരു കെട്ടാൻ. അപ്പൊ ഇന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ നിനക്ക്? എനിക്കും ഉണ്ടല്ലോ ഒരു മോള്. ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് കേട്ടാൻ ഏതെങ്കിലും തറവാട്ടുകാരും മെനക്കെടുവോ? ഭ്രാന്ത് ഒന്ന് നിർത്തണ്ടോ? ഈ ബഹളം വെക്കണ കേട്ടാ ഇപ്പൊ ഭ്രാന്ത് ഗോവിന്ദേട്ടനാന്ന് തോന്നും. ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഏതായാലും ഈ കല്യാണത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട. നീ വരുന്നുണ്ടോ അതോ ഇവിടെ പുറക്കാൻ തന്നെയാണോ ഭാവം? അപ്പോഴേ ഗോവിന്ദേട്ടാ, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ഈ കല്യാണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. വരിക.
ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. വിളിക്കണ്ട, ഞാൻ കണ്ടു. മേനോൻ ചേട്ടൻ ഇവിടെ എപ്പറ്റി? നമ്മുടെ അർഷദ് മാഥയായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhsന്റെ തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10,000 റുപ്യ മിസ്സിങ്. അത് പനമല കുഞ്ഞിരാമനാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല, അതെ. നിനക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 12 13 14 15 15 17 18 19 20 പോയാ പാട്ടെ. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തുടങ്ങി എത്ര ദിവസമായി അറിയോ? വേണമെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടൊന്നും പോകത്തില്ല. ആ. ഡോക്ടർ, അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷെ ഇനി എവിടെ കഴിയുകയാണെങ്കിൽ എനിക്കില്ലാത്ത ഭാഗത്ത് വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കേ. ഒരു ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും പ്ലീസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഗോപിയെ ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം. പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല. മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തൂടെ? കരയരുത് മോളെ, ഇങ്ങനെയൊക്കെ നടക്കാനാണ് വിധി. ഗോപിയേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. മോളെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പറഞ്ഞേക്കുന്നതിൽ അവന് സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. വിഷമിക്കണ്ട. ഗോപേട്ട എനിക്ക് മാപ്പ് തന്ന് അനുഗ്രഹിക്കണം. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോവാം. സാരില്ല,